വെൽക്കം ബാക്ക് ടു ഗൈസ്. നമ്മൾ പിന്നെ കണ്ണൂരേക്ക് പോകുന്നത്. കണ്ണൂർ ഇപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു സ്ഥലമായി മാറിയിട്ടുണ്ടല്ലേ. ഫിറു കുറേ ആയി, പക്ഷെ ഞാൻ ഈ അടുത്ത് വന്നല്ലോ, അന്ന് ഫിറു ഇല്ല. കണ്ണൂരുകാർക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്, അതുകൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഓരോ പ്രോഗ്രാമിന് വേണ്ടി വിളിക്കുന്നുണ്ട്. ഗൈസ്, നമുക്ക് ഇന്ന് ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പം നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് ഓർത്തു. ഇപ്പം നമ്മൾ എവിടെ എത്തിയതാ? പേരാമ്പ്ര വഴിയാണ് നമ്മൾ പോകുന്നത്. കൊയിലാണ്ടി ആ റോഡ് അത്ര ഒരു സുഖമില്ലാത്തതുകൊണ്ടിട്ടാണ് നമ്മൾ പേരാമ്പ്ര വഴിയാണ് ഞങ്ങൾ പോകാറുള്ളത്. കൂടുതലും പേരാമ്പ്ര വഴിയാണ്, പക്ഷെ സ്ഥിരം ഞാനും പോയതേ കൊയിലാണ്ടി വഴിയാണ്. നല്ല സുഖമാണ് ഇവിടെ പോകാനൊരു സന്തോഷമാണ് മനസ്സിന്. അപ്പൊ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. ഇപ്പൊ ആസ് യൂഷ്വൽ നമ്മള് പെട്രോള് വാങ്ങി നമ്മൾ എന്ത് ചെയ്യും? പെട്രോൾ അടിക്കും അല്ലേ? അതെല്ലാ പ്രാവശ്യം അങ്ങനെയാണല്ലോ. പക്ഷെ അതൊരു രസമാണ് മഹീന് പെട്രോൾ അടിക്കാന്ന് പറയുന്നത് അല്ലേ? എനിക്ക് ഇഷ്ടമാണ്. വേണ്ട എനിക്കെന്തോ മാഹി ഇഷ്ടമാണ് പൊതുവെ. അപ്പൊ നമുക്ക് പോവാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ വിഷ്വൽസ് കാണിച്ചു തരാം. ഇപ്പൊ ഒരു ഏകദേശം കറക്റ്റ് 8 മണി രാവിലെ. നേരത്തെ മാഹി എത്തും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ണൂർ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. വരമ്പ് അന്ന് റോഡ് പണി നടക്കുന്നുണ്ടല്ലോ. റോഡ് പണിയല്ലേ അല്ലേ? അപ്പം ലെറ്റ്സ് ഗോ ഗൈസ്. ഞാൻ ഇടക്കിടക്ക് പഠിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, മാപ്പ് നോക്കുന്നുണ്ട്. ഞാൻ ആദ്യം ബസ് വന്ന് ഇറങ്ങി റീമേന്റെ ഷോപ്പിൽ ഇവിടെ വന്ന് ഇറങ്ങിയത്. ഇവിടെ പേരാമ്പ്ര വന്നിട്ടല്ലേ പേരാമ്പ്രയാണ് സായന്തിന്റെ ഒക്കെ വീട്. അപ്പം ഞങ്ങളുടെ മറ്റേ അശോകേട്ടന്റെ വീട്ടിൽ പോയിട്ട് സമത്തിൽ പോയിട്ടാണ് താമസിച്ചത്. സമത്തിലോട്ട് പോകണം ഒരിക്കലും. എത്രയോ തവണ, ഒരു തവണയല്ല പല തവണ ആയിട്ട് നമ്മളെല്ലായിടത്തും കാണുന്നുണ്ട്. IFFK കാണും, ഒക്കെ കാണും, പക്ഷെ ഇതുവരെ പോയിട്ടില്ല. അത്ര അടുത്തേ ഉള്ളൂ, 15 കിലോമീറ്റർ ഉള്ളൂ. എന്നിട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഞങ്ങളൊരിക്കൽ വരും. ഓക്കെ ഗൈസ്, ഞങ്ങള് ആകാശം കാണിച്ചു തരാൻ പോയതായിരുന്നു. നേരെ നല്ലൊരു പേമാരിയുടെ കോള് ഞങ്ങൾ കാണുന്നുണ്ട് ഗൈസ്. പെരും മഴയാണ് ഗൈസ്. നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ല, പക്ഷേ മൂടിയിട്ടായിരുന്നു. ഇപ്പൊ കുറഞ്ഞല്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളിത് Take the exit toward Panvel, Kochi, Kanyakumari Highway. മാഹിയിലോട്ട് തിരിയാൻ പോവാണ് ഗൈസ്. അതിൻ്റെ ഇടയിൽ മഴ നനഞ്ഞ് ഞങ്ങള് മഴ നനഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് പറയാൻ വരുമായിരുന്നു. Continue for 2 kilometers. അതെവിടെ പോയാ ബോർഡ്? ചേച്ചി എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ഗൈസ്, നമ്മളിപ്പോ മാഹിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, ആൽമരം കണ്ടോ ഗൈസ്? നിങ്ങൾ കാണുന്നുണ്ടോ? പെട്രോൾ പമ്പ് ഗൈസ്. പെട്രോൾ അടിക്കാൻ പോവാണോ? കാണുന്നുണ്ടോ ഗൈസ്? ആക്ച്വലി നല്ല മഴക്കോളായിരുന്നു. നല്ല മഴ വെച്ചാല് നല്ല കറുത്തിരുണ്ട് കിടക്കുക. നമ്മള് ഇപ്പം ഇത് എത്തി, അതായത് മാഹി കഴിഞ്ഞല്ല, ഹൈവേയിൽ കയറി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മള് ശരിക്കും 9 മണിക്കാണ് പ്രോഗ്രാം എത്തേണ്ടത്.
കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങാൻ ലേറ്റ് ആയത്. പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? നിങ്ങൾ ഞങ്ങൾ പറയുന്ന കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, കാരണം മൊത്തം ശബ്ദമല്ലേ. മറ്റേ കോളേജിലൊക്കെ പഠിക്കുമ്പല്ലേ എല്ലാ കുട്ടികളും ശബ്ദം ഉണ്ടാക്കുമ്പോഴേ ഞാനും ശബ്ദം ഉണ്ടാക്കുന്നേ. പക്ഷേ ഈ റിസപ്ഷൻ ഹാളുണ്ടല്ലോ, നമ്മുടെ മറ്റേ റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയും, കീറി മുറിക്കുന്ന ഡെഡ് ബോഡീസ് ഒക്കെ നമ്മൾ പഠിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് എല്ലാവരും സംസാരിക്കുന്നുണ്ടാവും, ഞാനും സംസാരിക്കും. അപ്പത്തേനെ നിസ്സപ്പെടുന്നു, ഫാത്തിമയോട് ശബ്ദം കുറയ്ക്കാൻ പറയൂ, ഫാത്തിമ ഫാത്തിമ, എല്ലാ ദിവസവും. കാരണം എൻ്റെ ശബ്ദത്തിന് പിച്ച് കൂടുതലാണ്, അതുകൊണ്ടാണ്. മഴക്കോളാണ് നല്ല വെച്ചാൽ ഇരുണ്ട് കിടക്കണം, കാണാൻ പറ്റുന്നൊന്നുമില്ല. ഇതാണ് ഗൈസ് ഞങ്ങളെ മിററിന്റെ പ്രത്യേകത. ആറൊക്കെ എടുക്കണ്ടേ ഉത്സവത്തിന് പോവാൻ? കണ്ണൂരുള്ള എൻട്രൻസ് പോയിന്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രോഗ്രാമിനാട്ടോ നമ്മൾ പോയത്. അതായത് 10ാം ക്ലാസ്സിലും +2-ലൊക്കെ ഉന്നത വിജയം നേടിയ കുട്ടികളെ അഭിനന്ദിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. കഴിഞ്ഞ തവണയും പോയിട്ടുണ്ട്, ഇത്തവണ അനൂപ് സാറെ വിളിച്ച് ഞാൻ പോയി. ഒരുപാട് സന്തോഷമാണ് ഇങ്ങനെയുള്ള കുട്ടികളുടെ അടുത്ത് സംസാരിക്കാൻ. എല്ലായിടത്തും പറയുന്ന പോലെ എൻ്റെ കഥ തന്നെയാണ് പറഞ്ഞത്. കാരണം ഡോക്ടറാവാനും അങ്ങനെയൊക്കെ പ്രൊഫഷണലി ഒക്കെ കുറേ നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് മോട്ടിവേഷൻ എന്നുള്ള നിലയിലാണ് സംസാരിക്കുന്നത്. ഏകദേശം ഒരു 1 അവറിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാവുമായിരിക്കും അല്ലേ ഫിറു? ഇവിടുന്ന് തലയാട്ടുന്നുണ്ട് കേട്ടോ കേസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ നേരം ഇങ്ങനെ കഥ പറഞ്ഞിരുന്നു. എന്നിട്ടാണ് പിന്നെ കുട്ടികൾക്ക് ഈ ട്രോഫി എല്ലാം കൊടുക്കുന്നത്. അത് അവിടെ കണ്ണൂരുള്ള കുറേ സ്കൂൾസ് ഉണ്ട്. ആ സ്കൂളിൻ്റെയൊക്കെ കുട്ടികൾ, അതിൽ നിന്നൊക്കെ നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾ വരും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും നമുക്ക് ഈ ഒരു ട്രോഫി കൊടുക്കണം. കുറേ ഞാൻ കൊടുക്കും, പിന്നെ കുറേ അവിടെ വേറെ വന്ന ഗസ്റ്റുകളൊക്കെ കൊടുക്കും, കുറേ അനൂപ് മാഷ് കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ കുട്ടീനെ നിങ്ങൾക്ക് പരിചയമുണ്ട്, ഇൻസ്റ്റഗ്രാമിലൊക്കെ റീലൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ കുട്ടികളെ കാണുന്നതും അവരോട് സംസാരിക്കുന്നതൊക്കെ ഭയങ്കര രസമാണ്. കാരണം ഒരു എനർജിയാണ് നമുക്കും. നമ്മളിങ്ങനെ മടുത്തിരിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെ പ്രോഗ്രാംസൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു നമ്മളൊന്ന് ഓണാവും, കുട്ടികളും ഓണാവും, അങ്ങനെ രസമാണ്. അങ്ങനെ സംസാരിച്ച് ട്രോഫി എല്ലാം കൊടുത്തതിന് ശേഷം അനൂപ് സാർ എനിക്ക് ഒരു ഉപഹാരം പോലെ ഒരു തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ, എന്നിട്ട് നമ്മൾ കണ്ടൊരു ഹോട്ടലിൽ നിർത്തി കഴിക്കുക. പരിപാടി കുറച്ച് ലേറ്റായി. വൈഷ്ണവിൻ്റെ അടുത്ത് പോവാതെ പോണത് ശരിയാണോ? ശരിയല്ല. അപ്പം നമ്മൾ വൈഷ്ണവിൻ്റെ വൈശ് പറഞ്ഞു, നിങ്ങൾ പോകുമെന്ന് എനിക്കറിയാലോ എന്നാണ് അവൻ പറഞ്ഞു. പോകണമെന്നും കൂടിയല്ല പറഞ്ഞത്. അപ്പം നമ്മൾ പോയിട്ട് പോയാൽ മതി. അപ്പം നമ്മൾ വൈശുവിൻ്റെ അച്ഛനെയും അമ്മനെയും കാണാൻ പോകുന്നു. വൈശു ഇവിടെ ഇല്ല, ഷെമിലുണ്ട്. ഷെമില് വന്നായിരുന്നു പ്രോഗ്രാമിന്. നല്ല മഴയാണ് ഗൈസ്. നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ ഓർമ്മയുണ്ടോ? നമ്മൾ കുറേ വ്ലോഗ് ചെയ്തിട്ടുണ്ട് ഇവിടെ. നിങ്ങൾ വിചാരിക്കും വല്ല കുളവും ഇതാണെന്ന്, വയലാണെന്ന്. അല്ല ഗൈസ്, അതായത് അത്രയും വെള്ളം പൊന്തി ഇല്ലേ, ഒരുപാട് വെള്ളം പൊന്തി. ഇതൊക്കെ നേരത്തെ ഒരു ദിവസം മുങ്ങി എന്നൊക്കെ പറഞ്ഞല്ലോ, ഏതോ ഒരു വെള്ളത്തിലല്ലേ, വെള്ളപ്പൊക്കത്തിലായിരിക്കും. അങ്ങനെ നമ്മള് വൈശുവിന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ വീട്, വലിയ വീട്, ഗേറ്റൊക്കെ വെച്ച് സെറ്റ് തന്നെ. ഇറങ്ങി ഗേറ്റ് കൊടുക്കേണ്ടി വരും. വൈശു യൂട്യൂബിലടാ. കാട്ടമ്പരിയോ? 15 റുപ്യക്കോ?
മഞ്ചേരിയിലുണ്ടല്ലോ, കൊണ്ടോട്ടി മഞ്ചേരിയിലുണ്ടല്ലോ. എന്ത് വൈശുവിൻ്റെ വീട്ടിലോട്ട് പോകാന്ന് പറയുമ്പം സ്വന്തം വീട്ടിലോട്ട് പോണ പോലെ കേട്ടോ. അച്ഛനും അമ്മയും അവിടെ എല്ലാവരും എനിക്കെൻ്റെ ഫാമിലി പോലെയാണ്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് ചായയെല്ലാം കുടിച്ച് വീടൊക്കെ കണ്ടിട്ടാണ് തിരിച്ചിറങ്ങിയത്. പിന്നെ നമ്മൾ നേരെ കോഴിക്കോടിന് പോന്നു. പിന്നെ എനിക്ക് വൈൻഡപ്പ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല ടയേർഡായിരുന്നു ഗൈസ്. നമ്മളെത്തിയപ്പോൾ രാത്രിയായി. ഷിമിലിനെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഷിമിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അച്ഛനോടും അമ്മനോടൊക്കെ ടാറ്റ പറഞ്ഞത് എന്തൊക്കെയാണ് ഗൈസ് ഞാനെടുത്ത വീഡിയോ ആയതുകൊണ്ട് കേട്ടോ. അപ്പം ഗൈസ് ടാറ്റ.